ഗാസയിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. വ്യാപക വ്യോമാക്രമണമാണ് ഇന്നലെ നടന്നത്. 2.5 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രയേൽ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം അടിയന്തര സന്ദർശനത്തിനായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലിലേക്ക് തിരിച്ചു. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്ക അംഗീകരിക്കുന്നില്ലെന്നും എന്നാൽ പോലും ഇസ്രയേലുമായുള്ള ബന്ധം ശക്തമായി തുടരുമെന്നും മാർക്കോ റൂബിയോ പറഞ്ഞു. Yeah, look, we're going to meet with them. We're going to talk about what the future holds and what I'm going to get a much better understanding of what their plans are moving forward. What's happened has happened. Obviously, we're not happy about it. The president is not happy about it. Now we need to move forward and figure out what comes next. Because at the end of the day, when all is said and done, there is still a group called Hamas, which is an evil group. It still has weapons and is terrorizing. There is still 48 hostages that deserve to be released immediately, all at once. And there is still the hard work ahead of once this ends, of rebuilding Gaza in a way that provides people the quality of life that they all want. And who's going to do that? Who's going to pay for it? Who's going to be in charge of it? അതേസമയം ഖത്തർ ഹമാസ് ഭീകരർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയാണ് എന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഇസ്രയേൽ പ്രതിനിധി ഡാനി ഡനൻ അറിയിച്ചു. വിവരങ്ങൾ ഐസൻ ജോസ് നൽകും. ഐസൻ, ഗാസയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണ്. ഇസ്രയേൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നു. അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ആക്രമണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മാർക്കോ റൂബിയോയുടെ സന്ദർശനം. വിശദാംശങ്ങൾ. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണം മേഖലയിൽ ഉണ്ടാകുമെന്ന ഒരു നിലപാട് നേരത്തെ തന്നെ, അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അതിശക്തമായ ഒരു ആക്രമണം ഗാസയിൽ നടന്നത്. ഗാസയിൽ നടന്ന ആക്രമണത്തിന് മുന്നോടിയായി 2.5 ലക്ഷത്തോളം പേരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് നടപടികൾ ആരംഭിച്ചത് എന്ന് കൃത്യമായ നിലപാട് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലേക്ക് എത്തുന്നത്. ഇസ്രായേലിലേക്ക് എത്തിയതിനു ശേഷം ഈ വിഷയങ്ങളിൽ കാര്യമായ ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഏൽപ്പിച്ച്, ഒരു സ്വതന്ത്ര ഗവൺമെന്റ് സംവിധാനത്തെ പോലൊരു സംവിധാനത്തെ ഏൽപ്പിച്ചതിന് ശേഷം അവിടെ കൃത്യമായ നടപടികളിലേക്ക് നീങ്ങുക എന്നൊരു നീക്കമാണ് നേരത്തെ തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ചത്. നമുക്കറിയാവുന്നതാണ്, അമേരിക്ക മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രത്തിന് സമാനമായ സുരക്ഷിതവും ശാന്തവുമായ പ്രദേശമാക്കി മാറ്റുമെന്ന നിലപാടാണ് അറിയിച്ചിരുന്നത്. ആ നിലപാട് അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് കടുത്ത നടപടികളിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ, അതായത് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന ഈ 20, 26, 27 തീയതികളിലെല്ലാം തന്നെ ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും ജർമ്മനിയും കാനഡയും എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ പാലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിനെ അനുകൂലമല്ലാത്ത നിലപാടാണ് ഇസ്രായേലും സ്വാഭാവികമായി അമേരിക്കയും സ്വീകരിക്കുന്നത്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതിനും ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുമുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.